തൃശൂരിൽ ജനകീയ വിഷയങ്ങൾ കേട്ടറിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സൗഹാർദ്ദ വികസന സംവാദം. ആലപ്പുഴയിൽ എയിംസ് വരാനാണ് സാധ്യതയെന്നും കച്ചവട താൽപര്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ നോക്കിയാൽ സമരത്തിന് ഇറങ്ങുമെന്നും സുരേഷ് ഗോപി. MP ആയിരുന്നിട്ട് പോലും പദ്ധതികൾ നടപ്പാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാരെ അടക്കം സഹിക്കേണ്ട ഗതികേടിലാണ് താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പുള്ളിലാണ് കലുങ്ക് സൗഹൃദ സംഗമം തുടങ്ങിയത്. മാഞ്ഞുപോകുന്ന നാട്ടുകൂട്ട സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJP നേതാവും നടനുമായ ദേവൻ ചടങ്ങിൽ പങ്കെടുത്തു. എയിംസ് ആലപ്പുഴയിൽ വരാനാണ് സാധ്യത എന്ന് സുരേഷ് ഗോപി. എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിന് യോഗ്യമായ ഒരു സമൂഹമുള്ളത് ആലപ്പുഴയിൽ തന്നെയാണ്. ഞാൻ ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ഒരു വാഗ്ദാനവും തന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും തൃശ്ശൂരിന് വേണം എന്ന് ഞാൻ സ്വാർത്ഥത ഉന്നയിക്കില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക വിഷയവും കുടിവെള്ള പ്രശ്നങ്ങളും കർഷകരുടെ ബുദ്ധിമുട്ടുകളും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ നാട്ടുകാർ അവതരിപ്പിച്ചു. വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി പ്രത്യേക പഠന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ചെമ്മാപ്പിള്ളിയിൽ നടന്ന രണ്ടാമത്തെ സൗഹൃദ സംവാദ സദസ്സിൽ സുരേഷ് ഗോപിക്കൊപ്പം വേദി പങ്കിട്ടത് സംവിധായകൻ സത്യൻ അന്തിക്കാട്. രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പുറത്തല്ല കലുങ്ക് സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുമ്പോഴും സുരേഷ് ഗോപി തന്റെ രാഷ്ട്രീയം പറഞ്ഞു. 3800 കോടിയാണ് സാസ്കി എന്ന് പറയുന്ന ഒരു സ്കീമിൽ ഇന്ത്യയിൽ ആകമാനം ഒരു സ്റ്റേറ്റിന് 2 പ്രോജക്റ്റ് വെച്ച് കേരളത്തിന് 2 പ്രോജക്റ്റ് തന്നു. അതിൽ 2-1 വെറും പൊട്ടയായിരുന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, തിരിച്ചയച്ചു. എയിംസിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനും മേലെ കേന്ദ്രത്തിനൊരു ഡിസൈൻ ഉണ്ടെന്നും വഴങ്ങേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നതിനാൽ വരും നാളുകളിലും കലുങ്ക് സൗഹൃദ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ലക്ഷ്യമിടുന്നത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.